അടക്കമുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസന് വചനത്തിൽ ശുശ്രൂഷയും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബേബി ജോൺസൺ പാസ്റ്ററെ ക്ഷണിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. മാറാനാണ്. നിങ്ങൾക്ക് ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും ഭാഗ്യമേറിയ നാമത്തെ ഈ രാത്രിയിൽ ഉയർത്താൻ കരുണാസമ്പന്നനായ ദൈവം തന്ന അവിടുത്തെ കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് കർത്താവിൻ്റെ മഹത്വം കരയറ്റുന്നു. വിശേഷാൽ ഈ സ്ഥലം സഭയ്ക്ക് ഇടയ പരിപാലന ശുശ്രൂഷിക്കുന്ന ബഹുമാന്യ കർത്തൃദാസ് ദൈവം അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങൾ അവരെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കേണ്ട മറ്റ് പാസ്റ്റർ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരുമാതിരിപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരൊക്കെ എനിക്ക് ഹൃദയസ്ഥമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ എല്ലാം ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചില ചിന്തകളെ നിങ്ങളുമായി പങ്കുവെക്കാനാണ് യോഗമുള്ളതുകൊണ്ട് ഇന്ന് രാവിലെ പറഞ്ഞ സന്ദേശത്തിൽ നിന്ന് ഒന്ന് മാറി നമ്മളൊന്ന് ചിന്തിക്കുന്നു. അപ്പോൾ തന്നെ അതിനകത്ത് ആ സന്ദേശത്തിനകത്ത് അന്തർലീനമാണ് എങ്കിലും നമുക്ക് വേഗത്തിൽ ആ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. സ്തോത്രം. തിരുവചന ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ നമ്മൾ പ്രവേശിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. Gospel of John chapter 16 verse 7. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പിതാവേ, അവിടുത്തെ നാമം ഉയർത്തുന്നു. പുത്രനെ തന്നതിലും പുത്രത്വം എന്ന പദവിയിലേക്ക് ഞങ്ങളെ നയിച്ചതിന് സ്തോത്രം. പരിശുദ്ധാത്മാവെ, ഈ രാത്രി അവിടുത്തെ ജനത്തോട് അങ്ങ് സംസാരിക്കണം. മഹത്വം അങ്ങേക്ക് ബശുകയുടെ നാമത്തിൽ തന്നെ. എല്ലാ ദൈവഭൃത്യന്മാർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം. എൻ്റെ കസിനായിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ഇപ്പോൾ മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി കഴിഞ്ഞ് അടുത്ത് മാസ്റ്റർ ഓഫ് തിയോളജിക്ക് വേണ്ടിയുള്ള പഠനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ താനായിരിക്കുന്നു. കർത്താവിൻ്റെ വേദിയിൽ ഒരുമിച്ച് നിൽക്കാൻ ദൈവം തരുന്ന എല്ലാ വേദികൾക്കുമായി കർത്താവിൻ്റെ മഹത്വം. തിരുവചന ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ നമ്മൾ പ്രവേശിക്കുക. ഇനി കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ആഗ്നസ് ഉൾപ്പെടെ മോടെ പേരുണ്ടോ? ഓക്കെ, എൻ്റെ മോടെ പേര് ഗിഫ്റ്റ്. അതുകൊണ്ട് ഗിഫ്റ്റ് എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഗിഫ്റ്റിംഗ് ആണോ എന്നുള്ള ചോദിക്കില്ല. കർത്താവിന് സ്തോത്രം. ഗിഫ്റ്റുമാർ പൊതുവെ കുറവാണ്. അതുകൊണ്ട് കർത്താവിന് സ്തോത്രം. ഒരു നല്ല ബന്ധം കൂടെ ആ പേര് കേട്ടപ്പോൾ ഒരു ബന്ധം നേരെ കണക്ഷൻ വഴി ചെന്നൈ പോയിട്ട് ഞാൻ തിരിച്ചു വരുവാണ് കേട്ടോ. കർത്താവിനെ ഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കും. ആന അനുഗ്രഹിക്കപ്പെട്ടുള്ള മുൻനിരയിലുണ്ടല്ലേ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആൻസി പേര് ഞാൻ മറന്നില്ല കേട്ടോ. ആൻസി ആൻ്റെ പേര് പറഞ്ഞപ്പോൾ ആൻസിയുടെ പേര് വിളിക്കത്തില്ല. ആൻസിക്കൊരു പ്രശ്നം. കസിയ അതിനകത്ത് വൈഷമ്യത വേണ്ടെന്നാണ് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കെവിൻ റെഡിയാണ് ഇന്ന് രാത്രി പ്രാപിക്കാൻ. കർത്താവിൻ്റെ കൃപ നമ്മുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു സന്ദേശമാണ്. കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വേറെ ചിന്തയിലൊന്നും പോകല്ലേ, നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, നേരെ ഇരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് അതിനകത്ത് ഒരു ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. ആശയം റെഡിയാണല്ലോ അല്ലേ? പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനാണ്. തൃത്വത്തിൽ മൂന്നാം. പിതാവ്, പുത്രൻ, പരിശുദ്ധ. ഹോളി ട്രിനിറ്റി എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാം. പരിശുദ്ധാത്മാവ് എന്നുള്ളതിൽ കൊടുത്തിരിക്കുന്ന മൂലഭാഷ അതിലൊന്നാമത്തെ പദം റൂഹ എന്ന പദമാണ്. റൂഹ എന്ന പദമാണ്. റൂഹ RUAH ആണ്. റൂഹ എഴുതിയെടുക്കുന്നവർക്ക് അത് എഴുതിയെടുക്കാം. റൂഹ RUAH റൂഹ. ന്യൂമ എന്ന ഗ്രീക്ക് വാക്ക്. റൂഹ എന്നുള്ളത് എബ്രായ ഭാഷയാണ്. ന്യൂമ എന്നുള്ള ആ പദം എഴുതുമ്പോൾ പി ആണ്. പി സൈലന്റ് ആണ്. PNEUMA ന്യൂമ. ന്യൂമ. പരിശുദ്ധാത്മശാസ്ത്രത്തിൽ പറയുന്ന പേര് ന്യൂമറ്റോളജി എന്നാണ്. ന്യൂമറ്റോളജി, ക്രിസ്റ്റോളജി, തിയോളജി, ന്യൂമറ്റോളജി, എക്ലീസിയോളജി, എസ്കറ്റോളജി, ഏഞ്ചലോളജി, ഡീമനോളജി, ഇങ്ങനെ ഓരോ ശാസ്ത്ര വിഭാഗങ്ങളുണ്ട് വേദപുസ്തക ശാസ്ത്ര സംബന്ധം.
അതിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വാക്കിന്റെ ഗ്രീക്ക് എബ്രായ പദം ഏതാണ്? റൂഹ. ഏതാണ്? എബ്രായ പദം. അതുകൊണ്ട് റൂഹ. പഴയ സഭകളിലൊക്കെ സുറിയാനി ഭാഷ അങ്ങനെ തന്നെ അതിനെ ഇനി കടമെടുത്തു. അതുകൊണ്ട് ആശീർവാദം പറയുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹ ഐക്യം. റൂഹ എന്ന് പറഞ്ഞാൽ പാരമ്പര്യം പോരല്ല കേട്ടോ. റൂഹ എന്ന ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവെന്നാണ്. ഇനി അതിന്റെ ഗ്രീക്ക് വാക്കാണ് ന്യൂമ. ഒന്ന് പറഞ്ഞേ, ന്യൂമ. ന്യൂമ. ശബ്ദം വരുത്തി പറഞ്ഞേ, ന്യൂമ. കേട്ടോ? സ്റ്റോപ്പ്. ന്യൂമ. ഇനി നമ്മൾ വരും. അതിന് 3 അർത്ഥമാണ് ഉള്ളത്. ഒന്ന് ജീവൻ, മറ്റൊന്ന് കാറ്റ്, മറ്റൊന്ന് ആത്മാവ്. അപ്പൊ 3 അർത്ഥങ്ങൾ. ഒന്ന് ജീവൻ, മറ്റൊന്ന് കാറ്റ്, മറ്റൊന്ന് ആത്മാവ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നിടത്ത് ഈ 3 പ്രവൃത്തികളും വെളിപ്പെട്ട് വരും. ഒന്ന്, ജീവനില്ലാത്തവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ ജീവൻ വെളിപ്പെടും. ഒരുമിച്ച് നാമേ പറയാമോ? ജീവനില്ലാത്തടത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ എന്തുണ്ടാകും? ജീവൻ വെളിപ്പെടും. അതുകൊണ്ട് ദൈവാത്മാവിന്റെ ഒരു പേരാണ് ജീവിപ്പിക്കുന്ന ആത്മാവ്. ആമേൻ. ഇപ്പൊ നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്ക് ഈ ശരീരത്തിൽ ക്ഷീണം ഉണ്ടാകാം, മനസ്സിന് തളർച്ച ഉണ്ടാകാം, നമ്മുടെ സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങളൊക്കെ വല്ലാത്ത പ്രശ്നങ്ങളായി മാറിയേക്കാം. എന്നാൽ ജീവന്റെ ആത്മാവ് ഇറങ്ങി വരുന്നിടത്ത് നമ്മൾ എന്ത് വ്യാപരിക്കും? ജീവൻ വ്യാപരിക്കും. റൈറ്റ്. ലിവിങ് തിങ്സ് ഉണ്ട്, പിന്നെ നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. പഠിച്ചിട്ടില്ലേ? റൈറ്റ്. അപ്പൊ കല്ല് ഏത് വിഭാഗത്തിൽ പെടും? നോൺ ലിവിങ് തിങ്സ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ ഒരൊറ്റ കല്ലിന് മാത്രം ആയുസിൽ ഒരു ഭാഗ്യം കിട്ടി. ബിബിൻ പാസ്റ്ററെ, ആ കല്ല് യേശുവിന്റെ കല്ലറ വെച്ച കല്ലായിരുന്നു. ആ കല്ലിനൊരു ഭാഗ്യം കിട്ടി. ഉലകത്തിൽ ഒരു കല്ലിന് ലഭിക്കാത്തൊരു ഭാഗ്യം. എന്താ ഭാഗ്യം? എങ്ങനെ ആ വാക്യം പറഞ്ഞ്? കല്ല് തനിയെ ഉരുണ്ടു മാറി. ഒരുമിച്ച് ഒരാമയും പറഞ്ഞേ. തനിയെ ഉരുളാനുള്ള കപ്പാസിറ്റി എന്തിനില്ല? കല്ലിനില്ല. പക്ഷെ അന്ന് അങ്ങോട്ടും ഉരുളാൻ മാത്രം. പിന്നെ അത് പോവുകയും ചെയ്തു. ഒരാമയെ പറഞ്ഞാട്ടെ. അപ്പൊ അത് ലഭിക്കപ്പെട്ടിരിക്കുകയെ. അവൻ ജീവൻ. നമ്മൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. നാം ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ജീവൻ പകരുന്ന ദൈവാത്മാവിന്റെ ശക്തിക്കാമേ പറയണം. കുറച്ചുകൂടെ പറഞ്ഞാൽ മണ്ണിനെ മനുഷ്യനാക്കി മാറ്റിയ ദൈവകൃപ. ഒന്ന് പറഞ്ഞ മക്കളെ, മണ്ണിനെ മനുഷ്യനാക്കി മാറ്റിയ ദൈവകൃപ. അത് വളരെ വിലപ്പെട്ടൊരു പദമാണ്. ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ നേരം അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. മണ്ണിനെ, പച്ച മണ്ണിനെ മനുഷ്യനാക്കി മാറ്റിയ മഹത്വത്തിന്റെ ആത്മാവേ. അല്ലെ? മൂക്കിൽ ശ്വാസം ഊതുകയും മനുഷ്യൻ ജീവനുള്ള ദേഹിയെ. കെവിനെ പറഞ്ഞേ, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. ഒരുമിച്ച് നാമേ പറഞ്ഞാട്ടെ. ജീവിപ്പിക്കുന്ന ആത്മാവ്. ഇനി കാറ്റിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. എത്ര ടൺ ലോഡ് തടി കൊണ്ടുപോയാലും ആ ടയറിനകത്ത് എന്ത് വേണം? അത്ര കൊണ്ട് കാര്യം. എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര ബലം ഉണ്ടെങ്കിലും നമുക്ക് ഈ ശ്വാസം, അല്ലേ? അതാ ശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം. അതിന് സത്തുപോകുക എന്ന തമിഴ് ഭാഷയെ പറഞ്ഞ സത്തുപോകുക. നമുക്ക് സായിക്ക് പകരം നമ്മൾ എന്ത് ചേർത്തു? ചാ ചേർത്തു. അങ്ങനെയാണ് ചത്തുപോകുക എന്ന പദം വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, മക്കളെ, ആരാധിക്കാൻ നേരം യു നീഡ് ആ സ്പിരിറ്റ് ഓഫ് ലൈഫ്. ജീവിപ്പിക്കുന്ന ആത്മാവ് നമ്മുടെ മേലാണ്. അവള് 6 വയസ്സുള്ള പ്രവാചിയെ കണ്ടിട്ടുണ്ട് കേട്ടോ. only 6 years old. She is a prophetess of God. അവൾ പ്രവാചകിയാണ്. ഈ ഞെട്ടിപ്പോയി ഞാൻ കേട്ടോ. ആ സഭയിൽ വന്നതിൽ ഒരാള് പുതിയതായിട്ട് വന്നതാ. ആളെ ആരും വിളിച്ചിട്ട് വന്നതാ. അവൾ ആത്മഹത്യ തീരുമാനിച്ചിരിക്കുക. പക്ഷെ ഈ 6 വയസ്സുള്ള കുഞ്ഞിനോട് പരിശുദ്ധാത്മ പറഞ്ഞു, ഇന്ന് ഈ സഭയ്ക്കകത്ത് ഇന്ന് വൈകിട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരാൾ വന്നിട്ടുള്ളത്. ഞാൻ ഫേബയോട് ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയ്ക്ക് ഒരാമേ പറയണം. ഹല്ലേലൂയ. അവൾ ആത്മാവിൽ ആ ദൂത് പറഞ്ഞു, അംഗീകരിച്ചില്ല. ആ സഹോദരി എഴുന്നേറ്റില്ല. എന്തെന്നറിയാമോ? എല്ലാവരുടെ ചേർന്ന് ആ കുഞ്ഞിന് നേരെ കരമുയർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, ഇവളിലൂടെയാണ് ഈ ദൂത് വെളിപ്പെട്ടതെങ്കിൽ, ആ വ്യക്തി സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വ്യക്തി ആരെന്ന് വെളിപ്പെട്ട് വരണമെന്ന്
12,000 പേരുള്ള സഭയ്ക്കകത്ത് എന്തെന്നറിയാമോ? ഈ കുട്ടി അവൻ ഓടി പിറകിലേക്ക് നടന്നിട്ട് അവൻ ചെന്നൊന്ന് തൊട്ടു. ആത്മനിയോഗത്തോടെ വിളിച്ചു പറയാം, ചെന്ന് തൊട്ടതും ദൈവത്തിന്റെ വലിയ ആ സഹോദരി ഞെട്ടിയിട്ട് പറയുകയാണ്, അവൻ ഞാൻ പലയിടങ്ങളിൽ പോയിട്ടുണ്ട്, പലയിടങ്ങളിൽ വിടുതലിന് സഞ്ചരിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ എങ്ങും കാണാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യം, ഈ സഭയ്ക്കകത്ത് ജീവനുള്ള ദൈവമുണ്ടെന്ന്. ഇന്ന് രാത്രി ഞാനും കസിയയും ആൻസിയും ഗിഫ്റ്റിയും ആഗ്നസും ഒക്കെ ഇന്ന് രാത്രി ദൈവകൃപ ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ നിറവ് ജെഫ്രിയുടെ മേൽ ഇന്ന് രാത്രി ചലിക്കട്ടെ. ജോയൽ ആത്മാവിന്റെ കൃപകളാൽ നിറയപ്പെടട്ടെ. കാരണം അറിയാമോ, നമുക്ക് വേണ്ടത് ചത്തും ചതഞ്ഞും മയങ്ങിയും മന്ദീഭവിച്ചുമിരിക്കുന്ന ഒരു ജനറേഷനെയല്ല, പകരം ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ ജ്വലനത്തോടെ, അധികാരത്തോടെ വ്യക്തികളെ വിവേചിക്കുന്ന, വ്യക്തികളെ തിരിച്ചറിയുന്ന, അഭിഷേകത്തിൽ നിറവിൽ നിന്നുകൊണ്ട് അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അങ്ങനെ പറഞ്ഞ് മനസ്സിലായോ? ആത്മാവിൽ പ്രാർത്ഥിക്കണം കുഞ്ഞ്. പോരാ, പറ്റുന്നില്ല, ഈ പരിപാടി നടക്കില്ല മക്കളെ. ദൈവശബ്ദം നേരിട്ട് കേൾക്കട്ടെ ഇവരുടെ കാതുകളിൽ. യേശുവിന്റെ രക്തത്തിന്റെ ചൂടുവൻ അനുഭവിക്കട്ടെ. പണ്ഡിറ്റ് രമാഭായിയുടെ ഡോട്ട്ബല്ലാപൂരുള്ള അനാഥ മന്ദിരം, മകളെ ശ്രദ്ധിക്കണം കേട്ടോ. പണ്ഡിറ്റ് രമാഭായിയുടെ ഡോട്ട്ബല്ലാപൂരുള്ള അനാഥ മന്ദിരം, അവിടെ കുഞ്ഞുങ്ങൾക്ക് വൈകിട്ട് ആഹാരം വിളമ്പി കൊടുക്കുക. അവർ സ്തോത്രം പറയും. അപ്പൊ ആഹാരത്തിന് മുൻപ് അവർ സ്തോത്രം പറയും, ആഹാരം കഴിഞ്ഞ് വന്ന് പറയും സ്തോത്രം പറയും. ദൈവം തരുന്ന ആഹാരത്തിനും സൗകര്യത്തിനും ആമേൻ പറഞ്ഞോളൂ. സ്വന്തം വീടാണെങ്കിലും വാടക കെട്ടിടമാണെങ്കിലും പാർക്കാൻ ദൈവം തന്ന പദവിക്ക് ആമേൻ പറയണം. കട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സുമിത്രയുടെ മെത്തയുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഉറക്കം തരുന്ന ദൈവകൃപയ്ക്ക് ആമേൻ പറയണം. അതൊക്കെ വലിയ വരദാനമാ പ്രിയരെ. അത് 1.5 വീടുകളിൽ ആമേൻ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 9,000 ചതുരശ്ര അടി വീടിനകത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രശ്നം എന്താ പറയാമോ? ഉറക്കമില്ല, ഡിപ്രഷന്, വിഷാദത്തിന് അടിമയാ, ആൻസൈറ്റിക്ക് അടിമയാ. അവിടുത്തെ തലമുറകളൊക്കെ ഭീകരന്മാരെ പോലെ പെരുമാറുക. ഓലക്കുടിലാണെങ്കിലും ഒരു പാവിരിച്ച് കിടക്കുകയാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ ഉറക്കം തരുന്ന ദൈവകൃപയ്ക്ക് ആമേൻ പറഞ്ഞോണ്ട്. ഹല്ലേലൂയ. ഇത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ജീവൻ, കാറ്റ്, ആത്മാവ്, 3 തലങ്ങൾ. ഇനി പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കേട്ട പാട്ടിങ്ങനെ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, പരിശുദ്ധാത്മാവേ. ഐ തിങ്ക് ദാറ്റ് ഹോളി സ്പിരിറ്റ് ഈസ് എ പവർ. എൻ്റെ ആദ്യത്തെ ചിന്ത പരിശുദ്ധാത്മാവ് ഒരു ശക്തിയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആരാധിക്കുമ്പോൾ ശക്തിപ്പെടുന്നില്ലയോ? ആരാധിക്കുന്നൊരു ഇതുവരെ ഇല്ലാത്തൊരു പുതിയ ബലം ലഭിക്കും. അപ്പൊ എൻ്റെ ചിന്ത പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ശക്തിയാണ്. അങ്ങനല്ലേ? അത് പാസ് പറഞ്ഞോണ്ട് ഞാൻ വിളിച്ചത് കേട്ടോ. ആമേൻ. ഒരു പ്രാവശ്യം കേട്ടോ പിന്നെ അതിങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ്. അപ്പോ സാധാരണ പെന്തക്കോസ്ത് സഭയിൽ വന്നു ആദ്യത്തെ പാട്ടും അതാ, പരിശുദ്ധാത്മാവേ. We think that Holy Spirit is a power. No, he is not a power. He is a person. പരിശുദ്ധാത്മാവ് ആരാണ്? വ്യക്തിയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. ഒച്ചത്തിൽ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ആരാണ്? വ്യക്തിയാണ്. നമുക്കിങ്ങനെ പറയാം, പരിശുദ്ധാത്മാവ് ശക്തിയല്ല, പകരം പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. അപ്പൊ ആ കൺസെപ്റ്റിലേക്ക് ആൻസി വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇവൾ നാളെ 7ാം ക്ലാസ്സിൽ, അതെ 7ാം ക്ലാസ്സിൽ, അവരോട് ചോദിച്ചിട്ടാ പറഞ്ഞ കേട്ടോ, അല്ല ദൂതല്ലത് കേട്ടോ. അങ്ങനെ 7ാം ക്ലാസ്സിൽ, അവൾ അടുത്ത് 8ാം ക്ലാസ്, 9, 10 കഴിഞ്ഞാൽ പിന്നെ +1, അത് തന്നെ +1, അത് കഴിഞ്ഞ +2, അത് കഴിഞ്ഞ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെ ക്രമീകരിക്കപ്പെടട്ടെ. അപ്പൊ ആൻസി നാളെ ആദരിക്കപ്പെടട്ടെ, ദൈവങ്ങളെ മാനിക്കട്ടെ. അവൾക്ക് ദൈവം ഇച്ഛിക്കുന്ന ഏത് തരമാണോ അവിടേക്ക് പോട്ടെ. എപ്പോഴും അപ്പൻ്റെ അമ്മയുടെ കൂടെ ആൻസി നിൽക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ?
ഇല്ല, പാസ്റ്റർമാമ അതൊക്കെ ഉറപ്പിച്ചവരാകേണ്ടത്. വാൻസി ഇവൾ അവിടേക്ക് പോവുകയാണ്. ഇവൾ പോയ ഒരു ഹോസ്റ്റലിൽ എല്ലാം കാണാനും എന്തൊക്കെ പറയാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവേശിക്കും. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നും കൂടെ നിൽക്കുമെന്നും ഈ കാര്യം മനസ്സിലായമാണ്. കൂടെ നിൽക്കുമെന്നും പരിശുദ്ധാത്മാവ് മാറത്തില്ലെന്ന് വെളിപ്പാടകത്ത് കയറിയ ചുണ്ടിനടി വെക്കുന്ന ചൈനീസ് പില്ലോ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന്, അത് എൻ്റെ മകന്റെ അടുത്തേക്ക് ഒരുത്തൻ രഹസ്യത്തിൽ ഒന്ന് കൊണ്ടുകൊടുക്കാൻ വേണ്ടി വരിക ക്യാമ്പസിൽ വെച്ച്. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നിനക്കറിയാമോ ഞാൻ ആരാണ്? എന്നിട്ട് അവനോട് ശക്തമായി സുവിശേഷം പങ്കുവെച്ചു. പിന്നെ മേലാൽ അടുത്തിട്ടില്ല. കാരണം അവനൊരു കാര്യം അറിയാം, അവന്റെ കൂടെ അവനിൽ പകരപ്പെട്ട അഭിഷേകവും, അഭിഷേകം അന്യഭാഷ മാത്രമല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന വെളിപ്പാട്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ദൈവം സർവശക്തനാണ്, പുത്രൻ സർവശക്തനാണ്, പരിശുദ്ധാത്മാവും നിങ്ങൾ അങ്ങനെ പറയണം. അത് പുത്രൻ, പിതാവ് സർവവ്യാപിയാണ്, പുത്രനും സർവവ്യാപിയാണ്, പരിശുദ്ധാത്മാവും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ സർവജ്ഞാനി, സർവവ്യാപിത്വം, സർവജ്ഞത ഇതെല്ലാം പിതാവിനുള്ളതുപോലെ പുത്രനുള്ളതുപോലെ തന്നെ ആർക്കുമുണ്ട്. അന്നേരം നിങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ക്വാളിറ്റി മനസ്സിലായോ? ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അന്യഭാഷ നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞ് 2 അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ആത്മനിറവിന്റെ ഭാഗ്യമായ ഒരു അടയാളം മാത്രമാണ് ഏത്? അന്യഭാഷ. അപ്പോൾ തന്നെ അറിഞ്ഞിരിക്കണം ജോയലെ, എവിടെ പോയാലും ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയെ പോലെ കൂടെ ഇരിക്കുന്നതിനാമേ പറയണം. Holy Spirit is not a power, but he is a person. ആ ഒരു വെളിപ്പാട് അകത്തേക്ക് കയറണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറും, നമ്മുടെ ചിന്ത തന്നെ മാറും, നമ്മുടെ സംഭാഷണങ്ങൾ മാറും, നമ്മുടെ ശൈലികൾ മാറും, നമ്മുടെ ജീവിതം തന്നെ മാറാൻ തുടങ്ങും. ഗിഫ്റ്റി ഒന്ന് പ്രാർത്ഥിച്ച, പരിശുദ്ധാത്മാവെ അങ്ങൊരു വ്യക്തിയാണ്. ഗിഫ്റ്റി ഒറ്റയ്ക്ക് പോകുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് കൂടെ വരിക. ഫോർ എക്സാമ്പിൾ, ആഗ്നസിനെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റ്, പുനലൂർ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ്, അവിടെ കൊണ്ടുപോയി ഇവിടെ പക്കൽ ഒരു 5000 രൂപയുണ്ട്. ഉടുക്കുന്ന നമ്മളെ സാധനം എടുത്തിട്ട് അതും ഇവൾ മാത്രമേ ഉള്ളൂ, ഇഷ്ടമുള്ളതാണ് എടുത്തോളാൻ മതി. ഈ ബ്ലേസൊക്കെ മേടിച്ച് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ അല്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനമൊക്കെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ എടുക്കും. 5000 രൂപ ഉണ്ട്, അപ്പനും കൂടെ ഉണ്ടല്ലോ, മമ്മി കൂടെ ഉണ്ട്, പപ്പ കൂടെ ഉണ്ട്, പപ്പ കൂടെ ഉണ്ടെന്നിരിക്കട്ടെ, 5000 രൂപയുണ്ടെങ്കിലും ലേസിങ്ങനെ നോക്കും, ഇത് കൊള്ളാം പക്ഷെ വേണ്ട. ന്യൂഡിൽസ് എടുക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, മേടിക്കത്തില്ല. കാരണം ആരാ കൂടെ ഉള്ള? നിങ്ങൾക്ക് ആ റെസ്ട്രിക്ഷൻസ് കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പം കൂടെ ഉണ്ട്. ട്രെയിനിൽ എങ്ങനെ ആയിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുന്നത്? ബസ്സിൽ എങ്ങനെ ആയിരിക്കും? ഈ അപ്പനെ എൻ്റെ അടുത്തൊന്നും മാറ്റിക്കരുതെങ്കിൽ, കാരണം ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുന്നതിന് വേറൊരു വൈബ് എന്നൊക്കെ ഇപ്പൊ ആൾക്കാർ പറയുന്നത്. റൂട്ടൊക്കെ പഴയ ഭാഷയൊക്കെ മാറി, വേറൊരു വൈബ്, വേറൊരു മൂഡ്, അത് വേറൊരു ലെവലാണ്, അത് ചിന്തകൾക്ക് അതീതമാണ് എന്നൊക്കെയാ പറയുന്നത്. അപ്പോൾ സാധാരണ ഇപ്പം കുഞ്ഞുങ്ങൾ ഈ സെൽഫി ഒക്കെ എടുക്കാൻ നേരം അപ്പനും അമ്മയൊക്കെ കൂടി ഉണ്ടെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും കൂടി ഒന്ന് സെൽഫി എടുക്കത്തില്ല പിള്ളേർക്ക്. അവരൊറ്റയ്ക്ക് മാറുന്നിട്ട് അവനവനിസമൊക്കെ അതിന്റെ പേര് എനിക്കൊന്നും ദാസൻ ആ ഒരു സംഭവം. അപ്പനും അമ്മയും അപ്പൻ്റെ അമ്മയുടെ ചെറുതാണ് ഫോട്ടോ. കാരണം അപ്പൻ പഴയ ഗ്ലാമറിൽ പോയി, അമ്മയുടെ പഴയ സൗന്ദര്യം എന്ത് ചെയ്തു? മക്കളെ ഗ്രാജുവേഷനൊക്കെ കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു സാധനം ഇങ്ങോട്ട് നീക്കുന്ന ഒരു തൊപ്പിയുണ്ടല്ലോ തലയിൽ വെക്കുന്നത്, അത് ഇങ്ങോട്ട് മാറ്റാൻ നേരം പിന്നെ ഈ സ്വർണ്ണപ്പതക്കം പോലൊരു മെഡൽ അതൊക്കെ കിട്ടുമ്പോഴേ അത് അപ്പൻ്റെ തലയിൽ അങ്ങ് വെച്ചു കൊടുക്കണം. എന്നിട്ട് അമ്മയുടെ കഴുത്തലോട്ടല്ലേ
മെഡൽ വിട്ടിട്ട് നടുക്ക് നിന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ ആയിരിക്കും ഫ്രെയിം ചെയ്ത് നിന്റെ വീടിന്റെ മുമ്പിൽ വെക്കേണ്ടത്. കാരണം എന്തെന്നറിയാമോ? നീ അങ്ങനെ ആകാനുള്ള കാരണം നിന്റെ അപ്പനും അമ്മയാ. ഒരാമയും പറഞ്ഞാട്ടെ, സ്വത്രം ആമേൻ. അപ്പോ ആ സ്നേഹം, ആ കരുതൽ വളരുമ്പോ നിങ്ങൾക്ക് സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ വെക്കുമ്പോ അപ്പന്റെ അമ്മയുടെ ഒക്കെ മുഖം ആമേൻ ഒന്ന് മാറിയേക്കാം. ഞാൻ ഈ മരുഭൂമിയിലൊക്കെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1.5 മാസത്തിന് മുൻപ് ഷാജനുണ്ടായിരുന്നു. ഒരു 1.25 മാസം. അവിടൊക്കെ ഈ വരുന്ന മനുഷ്യരനുഭവിക്കുന്ന വ്യത, അവർ അനുഭവിക്കുന്ന സങ്കടം, അവർക്ക് വീട്ടിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? മക്കളുടെ വളർച്ച കാണണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? കഠിനമായി അധ്വാനിക്കുകയാണ്. അവരൊക്കെ ഒന്ന് വരുമ്പോൾ ആ അപ്പൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ആ കൈയൊക്കെ ഒന്ന് പിടിച്ച് പപ്പാ എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ അനുഭവിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ. ഞാൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ വേണ്ടതേ ആഗ്നസ് എടുക്കത്തുള്ളൂ. ആഗ്നസിന്റെ ഒരു ഫ്രണ്ട് ആഗ്നസിനെ കണ്ടു. ഡാഡാ, ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇവരുടെ പേര് സൂസൻ എന്നാണ്. നല്ല ഫ്രണ്ടാണ്. അപ്പം അപ്പൻ എന്ന നിലയിൽ വളരെ ഗൗരവത്തോടെ മോളെന്ന് ചെയ്യുന്നു. അന്നേരം സൂസൻ അയ്യോ ഭീകരനാണല്ലോടാ. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ഈ സംഭാഷണം പിള്ളേർ പറയും, നിന്റെ അപ്പൻ്റെ ആ ചോദ്യം കേട്ട എൻ്റെ ചങ്ങ വീട്ടിൽ പുള്ളിയായിരുന്നു, എന്തുകൊണ്ട് ഭയങ്കര ഉച്ചയോടി അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഗിഫ്റ്റിയുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാൻ നേരം അവൾ പറയുന്നത് അവരുടെ കൂട്ടുകാരൊക്കെ ഭയങ്കര ലെവലാണ് നമുക്ക് ഇട്ടേക്കുന്നത്. ആ ലെവൽ നിൽക്കട്ടെന്ന് ഒരാമൻ പറഞ്ഞേ. ശ്രദ്ധിച്ചേ, നമ്മെ കാണുമ്പോൾ ഞാൻ എൻ്റെ മകളുടെ കൂടെയോ മകൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ലെവലും എൻ്റെ സംഭാഷണവും മനസ്സിലാക്കി പിന്നെ ആ ലെവലിലുള്ള കാര്യം എന്ത് ചെയ്യത്തുള്ളൂ? സംസാരിക്കത്തുള്ളൂ എന്നോട്. അവരാരെങ്കിലും ഇങ്ങനെ ബർഗർ കഴിക്കാൻ പോയല്ലോ എന്ന് പറയത്തില്ല. കാരണം എന്താ അറിയാമോ? അപ്പം കൂടെ ഉണ്ട്. അപ്പം പറയുന്നത് ചെയ്യത്തുള്ളൂ. ഈ സെയിം വെയിൽ ആരെ കൊണ്ടുവരണം? ഒരുമിച്ച് രാമേ പറഞ്ഞു അവിടേക്ക് വന്നിട്ട് പറയണം, ഹോളി സ്പിരിറ്റ് 24/7. ചില ആംബുലൻസിനകത്ത് എഴുതിക്കുന്നുണ്ടല്ലേ 24/7. വാട്ട് യു മീൻ 24/7? 24/7 കൂട്ടി എഴുതാനാണോ? അല്ല, 24 മണിക്കൂറും പിന്നെ 7 ദിവസവും അവൈലബിൾ ആണ്. ഒരാമയെ പറഞ്ഞേ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ബന്ധം എന്ന് പറയുന്നത് ഞായറാഴ്ച വെള്ളിയാഴ്ച ബന്ധത്തിനല്ല. കുറച്ച് കഷ്ടം വരുമ്പോ, ഒരു പോരാട്ടം വരുമ്പോ മന്ത്രവാദം ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിനുവേണ്ടി മാത്രമുള്ളതല്ല പരിശുദ്ധാത്മാവ്. ഒരാമയെ പറ. പോരാട്ടം അടിക്കാനുള്ള എമർജൻസി എക്സിറ്റ് അല്ല പരിശുദ്ധാത്മാവ്. അവൻ കൊണ്ടുവന്ന് ഇടുന്നതിന് മുൻപ്, നിന്നെ അതിനെ കാല് വെക്കുന്നതിന് മുൻപ് അവൻ കൊണ്ടുവന്നത് അതിനപ്പുറത്ത് കരിഞ്ഞു മാറുന്ന ദൈവകൃപയുടെ അധികാരത്തിന് ആത്മാവിലോ നാമേ പറയാം. നമ്മുടെ ഈ ചിന്തയൊന്ന് മാറട്ടെ. പരിശുദ്ധാത്മാവ് ആരെന്ന വലിയ വെളിപ്പാട് നമ്മുടെ അകത്താളി കത്തിയ മതിയാകുകയുള്ളൂ. വേഗത്തിൽ ഞാൻ എടുത്തു വരിക. പരിശുദ്ധാത്മാവ് ആരാണ്? ഇനി യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായത്തിന്റെ പ്രത്യേകത ദാറ്റ്സ് എ പേഴ്സണൽ ടോക്കിംഗ് ആണ്. കർത്താവിന്റെ ശിഷ്യന്മാരുമായി കർത്താവ് പേഴ്സണലി സംസാരിക്കുക. അപ്പോൾ ശ്രദ്ധിച്ചേ, ഏറ്റവും പുറകിൽ ആമേൻ ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ യേശു എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അറിയാമോ? നമ്മളോട് വ്യക്തിഗതമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു എന്ത് ചെയ്യുന്നു? ആൽബിനോട്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. ഏബലിനോട്, ആശറിനോട് യേശു സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അക്ഷരം മനസ്സിലായോ? നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. യേശുപ്പ എന്നോടൊന്ന് ആന എന്ത് ചെയ്യണം? സംസാരിക്കണമേ. അങ്ങനെ പറഞ്ഞ യേശുപ്പച്ചൻ ആരെടുത്ത് സംസാരിക്കും? പറഞ്ഞേ. നമ്മൾ ചിന്തിക്കുന്ന ഈ ബൈബിൾ കോളേജിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരോട് മാത്രം യേശു വന്നിട്ട് മക്കളെ അങ്ങനെ സംസാരിക്കുന്നത് യേശു അല്ല. നമ്മുടെ നീ കരയുമ്പോൾ നിന്റെ അടുത്ത് വന്ന് നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളുടെ മേൽ ഇലയാതിന് നല്ല വൈദ്യന്റെ
ആമേൻ. ആ നൽകുഴമ്പ് പിരട്ടി ആമേൻ സൗഖ്യമാക്കാൻ കഴിയുന്ന സൗഖ്യദായകനും കൂടെയാണ് എന്റെ കർത്താവ്. അപ്പൊ അറിഞ്ഞിരിക്കട്ടെ ആരാണ് പരിശുദ്ധാത്മാവ് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ ചിന്ത അവിടുന്ന് ഈസ് എ കംഫർട്ടർ. ആമേൻ. ആ പദത്തിന്റെ ഗ്രീക്ക് പദം പാരക്ലീറ്റ എന്ന പദമാണ്. മറക്കല്ലേ, പാരക്ലീറ്റ. What do you mean by പാരക്ലീറ്റ? അതിന്റെ അർത്ഥം ആശ്വാസപ്രദൻ. എല്ലാവരും ഒന്ന് പറഞ്ഞാൽ ആരാണ്? ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഒരു പേര് കേട്ടോ, ആശ്വാസപ്രദൻ. എന്താ വാക്കിന്റെ അർത്ഥം? ആ വാക്കിന്റെ അർത്ഥം ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞതിന്റെ ആഴം മനസ്സിലായോ? Can you understand it? നോക്കി, എനിക്ക് ഈ സഹോദരി അറിയില്ല, അവരുടെ കുടുംബത്തെ അറിയില്ല, കുഞ്ഞുങ്ങളെ അറിയില്ല. ദൂത് പറഞ്ഞ് രക്ഷയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് പിള്ളേരേതെന്ന് എനിക്ക് ബോധ്യമായത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ എന്നോട് വ്യക്തമായി ദൂത് പറയാൻ പറഞ്ഞു. ഇവിടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾക്ക് മറുപടി ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ജന്മം കൊടുത്ത അപ്പനോ നൊന്ത് പ്രസവിച്ച മാതാവിനോ, മക്കളെ ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങളെ മനസ്സിലാക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഭാര്യയാണ്, ഭർത്താവാണേലും, മകനാണേലും, ഉപ്പാപ്പനാണേലും, മാമിയാണേലും, കൊച്ചമ്മയാണേലും, സഭയിലെ സഹോദരനാണേലും സഹോദരിയാണെങ്കിലും പരസ്പരം മനസ്സിലാക്കുന്നതിന് എല്ലാ മനുഷ്യനും പരിമിതിയുണ്ട് എന്ന യാഥാർത്ഥ്യം എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ലിസൺ വെരി കെയർഫുൾ. അവർക്ക് പരിമിതിയുണ്ട്. പക്ഷേ അവൻ, നിങ്ങൾ ചിന്തിച്ചോ, അവൻ ഇപ്പോഴത്തെ ഒരു പ്രത്യേക ഇതാണ് ഈ ആത്മീയത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അന്തരീക്ഷം. ആത്മീയത എന്തിയാണ്? ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അതിന് കുറച്ച് കളർ ലൈറ്റ് ഒക്കെ വേണം, സ്പോട്ട് ലൈറ്റ് ഒക്കെ വേണം. ഇപ്പൊ ഈ ഇടയ്ക്ക് പുകയും കൂടെ വരികയാണ്. ഇപ്പൊ ഈ എന്താ പറയുക, സ്മോക്ക്. അത് തന്നെ സ്മോക്ക്. അതായത് രണ്ടെണ്ണം അപ്പുറം വെച്ചേക്ക്. The glory of God പറയുകയും ഈ സ്മോക്ക് ഓൺ ചെയ്യും. അതായത് പുകയെങ്കിൽ നമുക്കതില്ല പാസ്റ്റ് പുകയത്താണ്. അപ്പൊ നമ്മുടെ ചിന്ത സെക്കേനെ കണ്ടിറങ്ങിയാൽ എന്റെ പൊന്നു പ്രിയരെ, സെക്കേനെ അല്ലതില്ലേ, മിഷനകത്ത് വരുന്ന അതിന് വേറെ സ്മെല്ലും കൂടെ ഉണ്ട്. അതുകൊണ്ട് പുകയുള്ളിടത്തും ചെന്ന് ചാടല്ലേ. രാമേ പറഞ്ഞാൽ ഉള്ളതുകൂടെ എന്ത് ചെയ്യും? ഒരു ചർച്ചയിൽ ഒരു പാസ്റ്റ് ലിഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ലിഫ്റ്റ് വഴി ഇങ്ങനെ ആൾക്കാരെല്ലാം നോക്കി പാസ്റ്റ് ആകാശത്തിൽ ഇങ്ങനെ പറന്നു പോയി. സങ്കടം, വേദനാജനകം. കീബോർഡിന്റെ പശ്ചാത്തലം ഉണ്ടല്ലേ പ്രസംഗിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതാ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ബാക്കിൽ ഒരു കീബോർഡ്, പിന്നെ യേശു വരുന്നു, അതൊരു ഡ്രം, ഒരാടിയും ഒരു ബഹളം എല്ലാം കൂടെ കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുക. മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം തമ്പുരാൻ ഇറങ്ങി വന്ന് പരിഹരിച്ച നിമിഷങ്ങളില്ലയോ? അന്ന് കീബോർഡും ഗിറ്റാറൊക്കെ ഉണ്ടായിരുന്നു. ഈ ഉള്ളം തടഞ്ഞ് നിലവിളിച്ച സമയം തല വിളിക്കാൻ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞപ്പോഴേ തമ്പുരാൻ ഇറങ്ങി വന്ന് ഇടപെട്ട വിഷയങ്ങളില്ലയോ? ഈ പായ്ക്കകത്ത് വീണ കണ്ണുനീരിന്റെ സമയത്ത് ആരെങ്കിലും കീബോർഡ് വായിക്കാൻ വന്നോ? വണ്ടി ഓടിച്ചോണ്ട് കരഞ്ഞിട്ടില്ലയോ? അങ്ങനെയൊക്കെ പറ. ഈ വണ്ടി ഓടിച്ചോണ്ട് കരഞ്ഞിട്ടില്ലയോ? അന്നേരം ഇതുവഴി എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ണീര് വീട്ടുണ്ട്. പിന്നെ വണ്ടിയിൽ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ആരും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം. എന്നാലും നിങ്ങൾ എന്താ ചിന്തിച്ചു? അന്ന് പാസ്റ്ററില്ല, പ്രവാചകനില്ല, അപ്പോസ്തലനില്ല, ഉപദേഷ്ടാവില്ല, ഇടയനില്ല, ആ ജോലി മരിക്കുന്നില്ല. നമ്മുടെ ചിന്ത ആ കരഞ്ഞത് ആര് കണ്ടെന്നുള്ളതാണ്. അറിഞ്ഞില്ലേ? ആ ഹെൽമറ്റിനകത്തൊരു ക്യാമറ തമ്പുരാൻ വെച്ചിട്ടുണ്ട്. ആശ്വാസപ്രദം എന്ന വാക്കിന്റെ അർത്ഥം ആരാധനയുടെ ക്ലൈമാക്സിൽ മാത്രം ഇറങ്ങി വരുന്ന ഒരാളല്ല പരിശുദ്ധാത്മാവ്. ആരും കാണാതെ നീ വിതുമ്പഴുമ്പോഴും, ആരും കാണാതെ നീ നിലവിളിക്കുമ്പോഴും, ആരും കാണാതെ അവൻ നിന്റെ മനസ്സ് പടയുന്ന വിഷയങ്ങളുടെ നടുവിലും നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ആശ്വാസപ്രദന്റെ സാന്നിധ്യത്തിൽ ആമേൻ പറയാം. നിനക്ക് മനസ്സിലായോ?
പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ മക്കളെ അതിന് രണ്ടർത്ഥമില്ല, ഒറ്റ അർത്ഥമുള്ളൂ. ആശ്വാസപ്രദനായ അവിടുത്തെ സാന്നിധ്യം ഇറങ്ങി വരുന്നത്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സഹോദരി, ഇവിടെ കാലിന് അല്പം പ്രശ്നമുള്ള കുഞ്ഞാണ്, 10-22 വയസ്സാണ്, കല്യാണം നടക്കുന്നില്ല. ആരൊക്കെയോ പറഞ്ഞു അങ്ങനെ അങ്ങ് നിന്നാ മതിയെന്ന്. ജീവിതം അവസാനിപ്പിക്കാൻ അവളൊന്ന് തീരുമാനിച്ചു. രാത്രി 2 മണിക്ക് ചാകാനുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഒരു അന്ത്യ ഗോൾ, എനിക്ക് അവസാന ഗോള് 2:30 വെളുപ്പിന്. എനിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കും, ഞെട്ടിപ്പോയി. ഹലോ, പ്രാർത്ഥിക്കുമെന്നോ ചോദിച്ചു. എൻ്റെ വൈഫ് അറിഞ്ഞില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. രാത്രി ആ ഫോൺ കൊണ്ട് ഞാൻ പുറത്തേക്ക് വന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിനെ അവിടെ കയ്യിലിരിക്കുന്നത് കാണിച്ചു. വലിച്ചെറിഞ്ഞ് കളയാൻ പറഞ്ഞു. അവിടെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. കേരളീയകത്തെന്ന് പറഞ്ഞു. അകത്ത് കയറി. ഈ ലൈവ് കാണത്തില്ലയോ, അതേപോലെ ദൈവാത്മാവിൽ ആലോചന പറയുക. അകത്ത് കയറി അവിടെ ബെഡ്റൂമിനകത്ത് കയറി ഡോറ് ക്ലോസ് ചെയ്യുന്നവരെ ദൈവാത്മാവിനെ കാണിച്ചു. അവരോട് പറഞ്ഞു, അടുത്ത മാസം നിന്റെ വിവാഹം നടന്നിരിക്കും. മാർച്ച് മാസം അവിടെ കല്യാണം കഴിഞ്ഞു കേട്ടോ. ഈ കല്യാണത്തിന് മണവാട്ടിയായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ വേറൊരു കൊച്ചമ്മ എന്ന് പറയാണ്, മോളെ കല്യാണം കഴിക്കുന്നുണ്ടെന്ന് കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകരുത്, അരയ്ക്ക് താഴോട്ട് നടന്നു പോകുമെന്ന്. മനുഷ്യന്റെ നാക്കേ, അവിടെ നാക്കും വാക്കും സൂക്ഷിച്ചോണം. ഒരാമയും പറ. ആരെയും നാക്ക് കൊണ്ട് കൊല്ലരുത്. ഒരുമിച്ച് ഒരാമയും പറഞ്ഞേ. അന്നേരം ആ മണവാട്ടി കൊച്ചിങ്ങനെ സ്റ്റേജിൽ കയറുന്നുണ്ട്. എന്തോ ചെയ്യും, കാലിനെ കിടന്ന് പാലിച്ചിട്ട് പൊട്ടിങ്ങനെ ഇതൊക്കെ തലമുറ അധികം തരും. ആശിഷ് എന്ന് പറയുന്നത് നിൽക്കുന്നുണ്ട് അവർക്ക്. വെറുതെ ഈ മനുഷ്യൻ പറയുന്ന ഈ ബലമില്ലാത്ത വാക്കിനകത്ത് വെറുതെ ഇരുന്ന് വിതുമ്പല്ലേ. ഒറ്റ വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയ സർവശക്തൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് രാത്രി ഒന്ന് സ്തോത്രം ചെയ്യുക. പ്രാണി പറയുന്ന വാക്കുകളല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമെന്ന് പറഞ്ഞു, അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഒരുമിച്ച് രാമേ പറഞ്ഞാട്ടെ. ആരാ പരിശുദ്ധാത്മാവ്? ആശ്വാസപ്രദൻ. ആരാണ് ആൻകുഞ്ഞ്? ആരാ? ആശ്വാസപ്രദൻ, കംഫർട്ടർ അല്ലേ? അമ്മേ, അന്ന് രാത്രി അവൾ അറിഞ്ഞില്ല, അവിടെ അമ്മ അറിഞ്ഞില്ല അവൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. അവർക്ക് സഹോദരനുണ്ട്, സഹോദരന് വെളിപ്പെട്ടില്ല. അവർക്ക് സഹോദരിമാരുണ്ട്, അപ്പൻ മരിച്ചു പോയതാ, അവരാരും അറിഞ്ഞില്ല അവൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവ് അത് കണ്ടതിന് ആമേൻ പറയണം. ഹല്ലേലൂയ. അവിടുത്തെ പേരാണ് ആശ്വാസപ്രദൻ. ജോയലെ, ഭാവി തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമില്ലേ? പഠിക്കാൻ പറ്റിയ കാര്യം പഠിക്കാൻ പറ്റിയില്ല, അല്ലെ പഠിക്കാൻ പോകേണ്ടടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല, അതൊക്കെ ഒരു പ്രശ്നമൊന്നും ആക്കേണ്ടത്. ഇവരാമേ പറഞ്ഞു പച്ചയ്ക്ക് അങ്ങ് ദൂത് പറയാൻ യോഗം കർത്താവ് തരിക. ഉത്തരവാദിയായ ഒരു ഉടമസ്ഥൻ ഉയരത്തിലുള്ളതിന് നീ ആമേ പറ. ഈ ദൂത് നിന്നോട് കൈമാറും. ഗ്യാരണ്ടറായിട്ട് നിന്ന് നിനക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യാൻ സ്വർഗ കോടതിയുടെ ഉത്തരവിന്റെ വെളിപ്പാട് ഈ രാത്രി ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കാണുകയാണ്. നിന്റെ ഈ കൈകൊണ്ട് കർത്തൃദാസന്മാരെ കരുതാൻ, അനാഥരെ, വിധവമാരെ, ആരോരുമില്ലാതെ തള്ളിക്കളയുന്നവരെ
കരുതാനൊരു ഉറവയാക്കി ദൈവം നടത്തുന്ന ഒരു കാലമുള്ളതിന് ആമേൻ പറഞ്ഞാട്ടെ. ആശ്വാസപ്രദനൊരു വാക്ക് പറഞ്ഞാൽ നീ മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കും. നീ പറയുന്ന വാക്കുകൾ ആളുകളെ സൗഖ്യമാക്കും. നീ പറയുന്ന വാക്കുകൾ ചിലരെ തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കും. ഈ രാത്രി ദൂത് കൈമാറുമ്പോൾ ഇവളുടെ മേൽ പകരുന്ന ഒരു ദൈവിക അധികാരത്തിന്റെ ആഴത്തിന് ആത്മാവിലുള്ള സ്തോത്രം കരയറ്റാൻ because Holy Spirit is a comfort. ആശ്വാസപ്രദം. Second one, chapter 14 verse 26 and chapter 16 verse 26. Chapter 16 verse 26 and chapter 16 verse 7, chapter 14 verse 26. എങ്കിലും പരിശുദ്ധാത്മാവ് എന്റെ നാമത്തിൽ എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ എന്ന വാക്കാണ്. ഇംഗ്ലീഷ് ബൈബിൾ ആണെങ്കിൽ കയ്യിലുള്ള ഇംഗ്ലീഷ് ബൈബിൾ, anybody use the English Bible? You have? Can you read that portion? Yeah, right. But the helper, അവിടെ ഹെൽപ്പർ എന്നൊരു പദമാണ്, പകരക്കാരൻ എന്നൊരു പദമുണ്ട്. മറ്റു ട്രാൻസ്ലേഷൻ എനിബഡി? ഇനി ഞാൻ അതിന്റെ ട്രാൻസ്ലേഷനിലേക്ക് റൈറ്റ് ട്രാൻസ്ലേഷൻ മറ്റൊരു വാക്കുകൂടെ വായിച്ച് 16:7 നോക്കി. But I tell you the truth, it is to your advantage that I go away. For if I don't go away, the helper will not. അവിടെ ഹെൽപ്പർ എന്നൊരു പദമാണ്. NKJV മറ്റൊരു റൂട്ട് ലാംഗ്വേജിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം ആസ് ആൻ അഡ്വക്കേറ്റ് എന്നൊരു പദമാണ്. ആസ് ആൻ അഡ്വക്കേറ്റ്. വാട്ട് ഡു യു മീൻ ബൈ അഡ്വക്കേറ്റ്? കാര്യസ്ഥൻ എന്നുള്ളത് പഴയ ഈ തർജ്ജിമയിൽ വന്നൊരു പ്രശ്നമാണ്. വീട്ടിലെ 1000 ഏക്കർ വസ്തുള്ള ആ യജമാനന്റെ കീഴിൽ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ജോലിക്കാർക്ക് കൂലിയും കൊടുത്ത് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളുടെ പേരാണ് കാര്യസ്ഥൻ. ആ ആളല്ല പരിശുദ്ധാത്മാവ്. ഇനി കുറച്ചുകൂടെ വ്യക്തമാണ്. ആസ് ആൻ അഡ്വക്കേറ്റ്, പരിശുദ്ധാത്മാവ് ആരാണ്? അഡ്വക്കേറ്റ്, അഭിഭാഷകൻ, വാദിക്കുന്നവൻ. കുറച്ചുകൂടെ ഞാൻ വ്യക്തമാക്കുന്നു. ഭാരതത്തിന്റെ ഭരണഘടന എഴുതിയത് ഡോക്ടർ B.R. അംബേദ്കർ. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് വാദിക്കുമ്പോൾ ആ കോടതി മുറിയിൽ അംബേദ്കർ ഇറങ്ങി വരാറില്ല. കാരണം അദ്ദേഹം എന്ത് ചെയ്തു? കാലയവനേക്കുള്ളിൽ മറയപ്പെട്ടു. ഒരു മത വ്യക്തിത്വത്തിനുടമസ്ഥൻ അല്ലെ? ഭാരതത്തിന്റെ ഭരണഘടന സമ്മാനിച്ച ഒരു രത്നം എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സംബോധന ചെയ്യാം. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം എഴുതിയ കാര്യം ഇന്നൊരാൾ വാദിക്കുമ്പോൾ ആ വാദിക്കുന്നയാളെ അല്ല എഴുതിയത്, പഠിച്ചിട്ട് എഴുതുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത എല്ലാ തിരുവെഴുത്തും ദൈവ നിശ്വാസികമാകയാണ്. അവിടെ ന്യൂമ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 40 എഴുത്തുകാർ എഴുതിയെങ്കിലും who is the right writer? Who is the real writer? It's Holy Spirit. And right? When you open the Bible, Bible എപ്പോൾ തുറക്കുന്നോ അതിന്റെ യഥാർത്ഥ എഴുത്തുകാരൻ ആ തുറക്കുന്നയാളുടെ റൂമിനകത്ത് വന്നിരിക്കും. എന്റെ സ്നേഹിതരുണ്ട്, എന്റെ സഹപാഠി ആളുകൾ അഡ്വക്കേറ്റ് ആയിട്ടുണ്ട്. ഞാൻ സ്നാനപ്പെടുത്തിയ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, പഠിച്ചവരുണ്ട്. എന്റെ സുഹൃത്ത്, എന്റെ സഹപാഠി, അദ്ദേഹം അഡ്വക്കേറ്റാണ്. ഞാനിങ്ങനെ വിളിച്ചു പറയാം, അദ്ദേഹത്തിനും ചിലപ്പോ ഏതെങ്കിലും അക്കങ്ങളോ നമ്പരോ ഒക്കെ തെറ്റാനുള്ള സാധ്യതയുണ്ട്.
എന്ന തെറ്റാത്തൊരു നിയമകർത്താവ്. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മ വാദിക്കുമ്പോൾ പ്രത്യേകത നിയമം എഴുതിയ നിയമകർത്താവ്. നമുക്ക് ആ വാക്ക് അങ്ങനെ ഒന്ന് പറയാൻ ശ്രമിക്കാം. നിയമം എഴുതിയ നിയമകർത്താവ് ഇന്ന് രാത്രി വാദിക്കുന്നതിന് ആത്മാവിനാമേ പറയണം. തെറ്റുപറ്റാത്തൊരഭിഭാഷകനാണ്. ഇന്ന് രാവിലെ ഞാൻ കെസിയയ്ക്ക് വേണ്ടി രാത്രി ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഏതാണ്ട് കുറെ കാലങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇന്ന് ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് കെസിയുടെ കുഞ്ഞിനത്തെ പ്രായം കേട്ടോ. കെസിയ പാസ്റ്റർ 7ാം മൈലേജ് ചർച്ചിന്റെ ഒരു ബന്ധം, ആ കണക്ഷൻ 2006 കാലമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, അന്ന് കെസിയുടെ പ്രായമൊക്കെ ഒന്ന് ഓർത്തിരുന്നു കേട്ടോ മോളെ. അപ്പോ കെസി ഉൾപ്പെടെ ആളുകൾ ഇവർക്ക് വേണ്ടി ഞാൻ ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവദാസൻ ഈ ആത്മസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഈ കുഞ്ഞിന് നേരെ വാദിക്കുന്ന വെല്ലുവിളികളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാണെന്ന് ഞങ്ങൾ ആത്മാവിൽ പറയുമ്പോൾ ആത്മസിന്റെ പേരൻസ് ആരും വന്നിട്ടുണ്ടോ? അച്ഛൻ പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മാമ്മയുണ്ടോ? പ്രാർത്ഥിക്കണം കേട്ടോ. ഇവിടെ കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് ആരാധിക്കണം. അവൾ ആക്റ്റീവ് ആകുമ്പോൾ തന്നെ അച്ഛനും അമ്മമ്മയും ഡബിൾ ആക്റ്റീവ് ആകണം. രാമനൊക്കെ പറഞ്ഞു വെച്ചാൽ സ്വന്തം എന്നാലേ രക്ഷയുള്ളൂ. ഇവിടെ മേലൊരു വിടുതൽ ഇതിന് അത്ര വ്യാപരിക്കണം. യേശുവായിട്ടുള്ള ഒരു അഭേദ്യമായ സ്നേഹം. കോടികളുടെ ആസ്തി ഉണ്ടാകാനൊന്നുമല്ല മോളെ ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രാർത്ഥന. ആർക്കും വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ യേശുവായിട്ടുള്ള സ്നേഹത്തിന്റെ ദൃഢത ഇവളിൽ വെളിപ്പെട്ടു വരണം. കർത്താവുമായിട്ട് ഞാൻ കെട്ടപ്പെട്ട അവന്റെ അടിമയാണ്. സർവന്റ് എന്ന പദത്തിന് സ്ലേവ് എന്ന പദമാണ്, ടൂലോസ് എന്ന പദമാണ്. ദാറ്റ് മീൻസ് യേശുവുമായി കട്ടപ്പെട്ട അവന്റെ അടിമ. അടിമ എന്ന വാക്കിന്റെ അർത്ഥം യജമാനന്റെ ഇഷ്ടം ഇംഗിതം ഇച്ഛ അത് മാത്രം ചെയ്യാൻ. എന്റെ ഇഷ്ടം, എന്റെ ഇംഗിതം, എന്റെ ആശ, എന്റെ ആഗ്രഹങ്ങൾ അത് മുഴുവൻ അടിയറവ് പറഞ്ഞ മനുഷ്യന്റെ പേരാണ് അടിമ. ഒരുമിച്ച് ഒരാമേ പറഞ്ഞേ. ഇവരെടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കണം. നമുക്കൊരു മെമ്പർഷിപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു സമൂഹമായി സഭയെ കാണരുത്. ഒരുമിച്ച് ഒരാമേ പറഞ്ഞേ. ഈ കുഞ്ഞിൽ ജനിക്കുമ്പോൾ ഒരു ഡെഡിക്കേഷനും വലുതാകുമ്പോൾ കല്യാണവും ഒക്കെ നടത്താനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ദൈവസഭ. ഇത് നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന, നിത്യജീവന്റെ വചനങ്ങളെ കൊണ്ടവരെ നിറയ്ക്കുന്ന പാഠശാലയായി ദൈവസഭ മാറണം. നമ്മുടെ വീടിനകത്തൊരു ഉണർവ് വ്യാപരിക്കണം. വീടിനകത്ത് മുഴങ്കാൽ മടക്കണം. അപ്പന്റെ മുട്ട വേണം കറുപ്പ്, അമ്മ മുഴങ്കാൽ നിൽക്കണം. കണ്ടിട്ട് ഇവിടെ നാളെ ഇവൻ നന്മ അനുഭവിക്കുമ്പോൾ പറയണം, എന്റെ അപ്പന്റെ കണ്ണുനീര്, എന്റെ അമ്മയുടെ കണ്ണുനീര്. ഇന്ന് രാത്രി ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്റെ ബലഹീനമായ കരം ഇവളുടെ ശിരസിന്റെ മേൽ വെക്കുമ്പോ എന്റെ കരത്തിനും ഇവളുടെ ശിരസിന്റെയും നടുക്ക് ആണിപ്പഴുതുള്ള കർത്താവിന്റെ കരം വെക്കുകയും ഇവളുടെ ആരോഗ്യത്തിനും ഇവളുടെ ആത്മീയതയ്ക്കും വിരോധമായി വിട്ടു തരികയില്ല എന്ന് വാദിക്കുന്ന ആ വെല്ലുവിളി വചനത്തിന്റെ മൂർച്ചയേറിയ വാളിനാൽ വെട്ടേറ്റ് മൂടോടെ വഴിമാറുകയും പകരം ആത്മശക്തിയാൽ ആത്മബലത്താൽ ഇവർ നിറയപ്പെടുകയും വേണം. പാരമ്പര്യ സഭയല്ല, ഇത് ബ്രദറൻ സഭയല്ല. ഒരാമേ പറഞ്ഞേ. ജീവനുള്ള ദൈവത്തിന്റെ സഭയാണ്. അയാളുടെ ആത്മശക്തി പ്രാപിക്കണം. ആരെ വേണം? അഡ്വക്കേറ്റ് വേണം. അപ്പൊ എന്താ സംഭവിക്കുക അറിയാമോ? 24/7 നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ ആർക്കും പറ്റില്ല.
നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളെ നോക്കാത്ത സമയമുണ്ടോ? ഒരാമയും പറ. ഉറങ്ങുന്ന സമയത്ത് ആരെയാണ് നോക്കുന്നത്? പാറ്റയും പിന്നെ ചെല്ലിയും ഒക്കെ ഇതുവഴിയൊക്കെ കയറി ഇറങ്ങി പോയിട്ട് ചെവിക്കകത്തോട്ട് കയറാതെയോ കാത്തല്ല. ഒരാമയും പറ. നമ്മൾ പോയ വഴിയിൽ എത്ര പാമ്പിനെ ചവിട്ടി ഇങ്ങനെ കാണിച്ചു തന്നു തമ്പുരാൻ. ചിലത് ചവിട്ടിയിട്ട് ഇങ്ങനെ ചാടിയിട്ടുണ്ട്. വിഷഭ്രംശം സംഭവിക്കേണ്ട ഇടത്തുനിന്നൊക്കെ ദൈവം വിടുവിച്ചത് നാമേ പറ. ഏത് കാട്ടാനയാന്നേലും കാട്ടുപോത്താന്നേലും കാട്ടുപന്നിയാന്നേലും ആക്രമണത്തിൽ നിന്ന് ദൈവം വിടുവിച്ച നാമേ പറയണം. ചിലതൊക്കെ നമ്മുടെ അടുത്തൂടെ വന്നിട്ട് വഴിമാറിപ്പോയത് നമ്മുടെ വീട്ടുപേരോ വെള്ളം ചാടി വെച്ചായന എന്ന് പറഞ്ഞിട്ടാണോ പോയത്? നമ്മളെയൊക്കെ മിടുക്കന്മാരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവിടെ നമ്മുടെ കുടുംബ മഹിമയും പേരും പ്രശസ്തിയും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇതുവരെ വന്നത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിച്ചിട്ട് ആ ഉറപ്പുള്ള ദൈവമക്കൾ ഒരാമയം പറഞ്ഞാട്ട് മനസ്സിലോളെ നന്നായിട്ട് ആരാധിക്കണം. ആ അഭിഷേകത്തിന്റെ നിറവ് നിന്റെ മേലെ ഇറങ്ങണം. രാമേ പറ. ആ കെവിൻ നന്നായിട്ട് ആരാധിക്കണം കേട്ടോ. ആത്മനിറവിൽ ആരാധിക്കണം മക്കളെ. അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങി ഒന്നാണ് ഒരുമാതിരി കാര്യത്തിൽ തീർപ്പാണ്. പിന്നെ നമ്മുടെ ഡ്യൂട്ടി അങ്ങ് കുറഞ്ഞു. കാരണം അവനെന്തെങ്കിലും ചെയ്ത് ആ സ്പോട്ടിൽ അവനെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തോളൂ. കുഞ്ഞുങ്ങളുടെ നടുവിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയം യോഗം കഴിഞ്ഞ് ആരും പറഞ്ഞില്ല. അവനെ തന്നെ ഓടുന്നുണ്ട്. അവൻ ഓടിപ്പോയി ഫ്രീ ഫയറും പബ്ജി എല്ലാം കഴിഞ്ഞ് ചെയ്യും. അവനോട് വിടുതലായി പാസങ്ങളാണ്. ഞാൻ അവരുടെ ഡിലീറ്റ് ചെയ്യണമെന്നും പറഞ്ഞില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെട്ടു. ശരിക്കും അതാണ് റിയൽ റിപ്പൻഡൻസ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ പേര് പരിശുദ്ധാത്മാവ് ഒരു അഡ്വക്കേറ്റ് ആണ്. ശരിക്കും മരണം എത്രയോ പ്രാവശ്യം നമ്മുടെ മുമ്പിൽ വാദിച്ചു വന്നതാണ്. വയക്കനാരോ കാര്യം അല്ലേ? അദ്ദേഹം ഔറംഗാബാദിൽ ഇരുന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഞാൻ 5 AG യോഗത്തിന് പോവുകയാണ്. എൻ്റെ ബോക്സർ സിറ്റി എന്ന് പറയുന്ന സ്കൂട്ടറാണ്, ബൈക്കാണ്. തകർത്ത് വിട്ട് പോവുക. സദാനന്ദപുരത്ത് വരിക നേരെ ടിപ്പറിൻ്റെ അടിയോട്ട് കയറി. തല പൊട്ടുന്ന കേൾക്കാതിരിക്കാൻ വേണ്ടി വാഴ വെച്ചിരിക്കുന്ന ഒരാൾ ചെടി രണ്ടും വിരലിട്ട് അടച്ചിട്ട് കണ്ണ് മുഴുവൻ അടച്ചു. പക്ഷെ അതേ കണ്ണു തുറന്ന് നോക്കാൻ നേരം ഞാൻ ടിപ്പറിൻ്റെ അടിയിൽ പുറത്തിറങ്ങി നിൽക്കുന്നതാണ്. അന്നേരം അതേ സമയം പാസ്റ്റർ വിൽസൺ ഔറംഗാബാദിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ബേബുട്ട് പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ കമ്മണി പോലെ കാക്കണം. എൻ്റെ ഭാര്യയോട് ദൈവം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ. എൻ്റെ സ്നേഹിതനോടാണ് കർത്താവ് ഇടപെട്ടത്. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഔറംഗാബാദിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്. പക്ഷെ പ്രാർത്ഥനയുടെ മറുപടി ഇറങ്ങിയത് സദാനന്ദപുരത്താണ്. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയാം, ചില നിയോഗങ്ങൾ ദൈവം നൽകി തരുമ്പോൾ ചില വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സമർപ്പിക്കപ്പെട്ടോണം. ആത്മനിയോഗത്തോടെ സഹോദരിമാരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ ഉപ്പാപ്പനും മാവിയും കൊച്ചമ്മയൊന്നും ആയിരിക്കത്തില്ല ആ വ്യക്തി. ഈ സഭയിലെ ഓരോ അംഗത്തിന്റെയും പേര് പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗം തന്നാൽ ആ പ്രാർത്ഥിക്കുന്ന അതേ സമയം തന്നെ നമ്മൾ മുഴങ്കാൽ മടക്കുന്ന സെയിം ടൈമിൽ ചില മരണവിധികളെ വഴിമാറ്റുന്ന ചില ശത്രുവിന്റെ വെല്ലുവിളികളെ വഴിമാറ്റുന്ന ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞും എന്ന ആലോചന കൈമാറുമ്പോൾ എത്ര പേര് സ്തോത്രം ചെയ്യാൻ തയ്യാറാ? പരിശുദ്ധാത്മാവ് ആശ്വാസിക്കുന്നത്, പരിശുദ്ധാത്മാവ് വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റാണ്. അവിടെ വായിച്ചതിൽ മറ്റൊരർത്ഥം ഹെൽപ്പർ, അതിൻ്റെ യഥാർത്ഥം പകരം നിൽക്കുന്ന സഹായസ്ഥൻ. പുത്രൻ പോയി, പുത്രന് പകരം മാറി നിൽക്കുക. പരിശുദ്ധാത്മാവ് നിന്നിട്ട് പറയാ, നീ തളരണ്ട, നീ വെറുതെ സങ്കടപ്പെടണ്ട, വെറുതെ കടമാര് ഓർത്തൊന്നും ആകുലപ്പെടണ്ട, പിള്ളേരുടെ കാര്യം തമ്പുരാൻ ചെയ്തോളൂ. രാമേ പറ. ആൽബി അല്ലേ? ആൽബിയുടെ അപ്പനല്ലേ? ആൽബിയുടെ അപ്പൻ ആത്മാവിനങ്ങ് ബലപ്പെട്ടോണം കേട്ടോ. ആരാധന ഇച്ചിരി പോലും പുറകോട്ട് നിൽക്കരുത്. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. എപ്പോഴും ആ ഫുൾ ചാർജ് എപ്പോൾ കുറേ 1.5 ചാർജ് ചെയ്തേക്കണം.
ഫോൺ ചാർജ് ചെയ്തില്ലയോ? അതേപോലെ സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം കുറയുന്നു, പ്രാർത്ഥന കുറയുന്നു, ആരാധന കുറയുന്നു. ഉടനെ പ്രാർത്ഥന ക്രമീകരിച്ചോണം. എല്ലാം കൂടെ കരുതി കൂട്ടിയിട്ടൊന്നും ഉപവാസ പ്രാർത്ഥനയും വെക്കാൻ പറ്റത്തില്ല, കോട്ടനും വിരിക്കും വെക്കാൻ പറ്റത്തില്ല. അടുത്ത ആഴ്ച നമ്മുടെ സഭയുടെ പ്രാർത്ഥന ഏത് വീട്ടിലാണ്? പാസ്റ്ററിനെ സെർച്ച് ചെയ്യുക. ഒരു വീട്ടിലില്ലെങ്കിൽ സഭയെ വെച്ച് കഷ്ടം. ഈ കോട്ടയം വീട്ടിൽ കുറഞ്ഞു. പണ്ടായിരുന്നെങ്കിൽ ഓലപ്പുരയുള്ള പ്രാർത്ഥന ചൂട്ടുകട്ട കത്തിച്ചാണെങ്കിലും ഒന്ന് വരുമായിരുന്നു. ചൂട്ടുകട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, കത്തുന്തോറും കെട്ടുപൊട്ടുന്ന ചൂട്ടുകട്ടയ്ക്കാണ്. നമ്മളൊന്ന് കത്തിയാൽ മതി കെട്ടുപൊട്ടാൻ. ഇത്രയും പറഞ്ഞ് കുത്തിട്ടങ്ങ് നടത്തി മടങ്ങി വരികയാണ്. അച്ഛാ അന്ന് പപ്സൊന്നും കൊടുക്കാനുണ്ടായിരുന്നു. കട്ടൻ കാപ്പി അല്ലെ പിന്നെ മറ്റേ കരിപ്പൊട്ടിക്കാപ്പി, അവനാ രാജാവ്. തൊണ്ട പോകത്തില്ല കേട്ടോ. അതായിരുന്നു പണ്ട് മുഴങ്കാൽ മുടക്കി എല്ലാവരും. അതോ എല്ലാവരും വലിയ ഓണത്തിന് വന്നിട്ട് പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം. ആ പിച്ചിലാ പാടുന്നത്. ഇപ്പോഴാ പിച്ചിൽ പാടുന്ന ഒരു സമയമില്ല. സാധാരണ ഒരുമിച്ചുള്ള പാട്ടുമാരാധനയൊക്കെ സഭയുടെ രോഗിയായ ഒരാൾ കിടന്നെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂടടക്കം അങ്ങ് പോവുക. കട്ടിലിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് എഴുന്നേപ്പിച്ചിട്ട് തിരിച്ചു വരത്തുള്ളായിരുന്നു. ആത്മീയം അഭിനയിക്കാതിരിക്കട്ടെ, ആരാധന അനുകരിക്കാതിരിക്കട്ടെ. ആരാധിക്കുന്നവരെ വെറുതെ ഒച്ചപ്പാടും വെറുതെ കയ്യടിയും വെറുതെ ഒരു അഭിനയവും ഇതിനകത്തിരുന്ന് ആരെങ്കിലും കാണിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞ നിർത്തുക. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. ആരാധിക്കണം നന്നായിട്ട്. ക്യാമ്പിങ് ചെയ്യാൻ കൈക്ക് ബലമുണ്ട്, പിന്നെ കൈയടിക്കാൻ ബലമില്ലയോ? കുന്താലിയും മുമ്പേ പിടിക്കാം, കൈയടിക്കത്തില്ല. നടക്കുന്ന പരിപാടി വെക്കമാണ്. വിറക് വെട്ടി ഒടിക്കാം, കോടാലി ഉപയോഗിച്ച് ആ ഒത്ത നടുക്കില്ല രണ്ടടുക്കണമെങ്കിൽ അതിന് ഈ തടിക്കൊരു ലൈനൊക്കെ ഇല്ലയോ? അത് നോക്കി കറക്റ്റ് വെട്ടും, പക്ഷെ കൈയടിക്കത്തില്ല. ഞാൻ പറയും, ഒരു സൈക്കിളിന്റെ മിഷൻ വല്ലതും ഉണ്ടെങ്കിൽ സഭ കൊണ്ട് ഫ്രണ്ടി വെച്ചാൽ നല്ലതാണ്. എല്ലാവരും ഒന്ന് കറക്കിട്ട് വന്നിരിക്കട്ടെ. ഒരു ഫിസിയോതെറാപ്പി, കാരണം കയ്യങ്ങ് അടിക്കാമല്ലോ. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. മക്കളെ, പേനയും പെൻസിലും പിടിക്കാൻ ദൈവം ബലം തന്ന നന്നായിട്ട് കൈയടിച്ച ദൈവത്തെ ആരാധിച്ചോ. ഈ ആഹാരം പച്ചടി കിച്ചടി അമീര് തോരൻ സമ്പൂർണ്ണ സദ്യ ഇളക്കി ഇവിടുന്ന് ഇവിടെ വരെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നന്നായിട്ട് കൈയടിച്ചോണം. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. പാർക്കിസൺസ്, അത് തന്നെയാണ് പാർക്കിസൺസ്. അസുഖബാധിതർക്കൂടി പ്രാർത്ഥിച്ചു. പ്രശ്നം എന്താ അറിയാമോ? അദ്ദേഹം പാത്രത്തിൽ നിന്ന് ആഹാരം എടുക്കും, പക്ഷെ കരുത്ത് വരെ വരത്തുള്ളൂ. കാരണം കൈക്ക് വരയില്ല. അച്ഛാ, കർത്താവ് ബലത്തിനൊക്കെ രാമൻ പറഞ്ഞോ. പിതാക്കന്മാർ ആ കരമൊക്കെ ഒന്ന് ഉയരട്ടെ അച്ഛാ. കൈ ഒന്ന് ഉയർത്തിയാട്ടെ. എല്ലാ സഹോദരങ്ങളും കൈ ഒന്ന് ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഹോദരിമാരെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമുക്ക് വാദിക്കണമെങ്കിൽ അടുത്ത മേഖലയിലേക്ക് വേഗത്തിൽ ഞാനൊന്ന് പ്രവേശിക്കുക. ഇസ് ആൻ അഡ്വക്കേറ്റ്, സഹായകനാണ് പരിശുദ്ധാത്മാവ്. അതിന്റെ അർത്ഥം മനസ്സിലായോ? ചില അവസരങ്ങളിൽ ബേബി കൗൺസിൽ തളരാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥനാ പോരാളികളാണ്, കൃപാവരങ്ങളുടെ ചോലനമുണ്ട്. പക്ഷെ ചില സമയവും ഞങ്ങളും താഴ്വരയിലൂടെ യാത്ര ചെയ്യാറുണ്ട്. പിന്നെ ഒറ്റ കുഞ്ഞിന്റെ അടുത്ത് കാണിക്കാറില്ല. ഭയങ്കര വേദന. അതിന് ചിരിച്ചോണ്ടെന്ന് പ്രസംഗിച്ചോളെ കർത്താവിന് മഹത്വം. അതെ, എല്ലാവരെയും കാണാൻ പറ്റിയല്ലോ. അതാണ് നമ്മുടെ പാസ്റ്റർ. ഒരമ്മയൊക്കെ പറഞ്ഞ പാസ്റ്ററെ, പാസ്റ്ററോട് ഒരു ദൂത് പറഞ്ഞല്ലേ ശരിയാവില്ല. അതുകൊണ്ടാണ് ആവശ്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പറഞ്ഞു. ഇവിടെ അത് പ്രഖ്യാപിക്കാതെ ചിലത് ഉള്ളിൽ ഒതുക്കുമ്പോ ഉത്തരം തരുന്ന ദൈവപ്രവൃത്തിയുടെ കാലം. പകരം നിന്നിട്ട് പറയാം, ജോയലിന് മുമ്പിൽ ഒരു 500 കിലോ വെയിറ്റ് വന്നേക്കും. ജോയൽ പറഞ്ഞു, അയ്യോ കർത്താവ് 70 കിലോ 75 കിലോ അതിലപ്പുറം ഞാൻ ഇല്ല കർത്താവ്. മോനെ ഞാൻ അറിഞ്ഞുകൊണ്ട് ഇത്രയും നമുക്കിനി ബാക്കി ആരെടുക്കുന്നുള്ളതാണ്. ഒരു 430 കിലോ 70 കിലോ ആണെങ്കിൽ ആരെടുക്കും? കുറച്ച് സഹോദരിമാരും അപ്പച്ചന്മാരും അങ്കിളുമാരൊക്കെ പറഞ്ഞായിരുന്നു, മോനെ ജോയൽ പേടിക്കണ്ട, കുറച്ച് കൂടുതൽ നിന്നോളാം.
എന്നൊക്കെ പറഞ്ഞ. പക്ഷെ ജോയൽ നോക്കാൻ നേരം അങ്കിളും ഇല്ല, ആന്റി ഇല്ല, ആവിയില്ല, അനക്കമില്ല. ഈ ഭാരം മാത്രമല്ല. എല്ലാരും മാറി, ഉറ്റോരും മുടയോരും എല്ലാരും മാറി. ജോയൽ ഒറ്റയ്ക്ക് നിൽക്കുക. ജോയലിന്റെ ദൈവം കൊടുത്തു, ദൈവമേ മോശമായി പോയി. നമ്പരാന്തരം പറയാ, ജോയലെ നീ അതിന്റെ മറു സൈഡിലേക്ക് നോക്കാൻ. നീ ഭാരത്തെ കണ്ടല്ലോ, അതിന്റെ മറു സൈഡ് നോക്ക്. 430 കിലോ എപ്പോഴേ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് റെഡിയായിട്ട് നിൽക്കുകയാണ്. 70 കിലോ നീ എടുക്കാൻ പറ്റുന്നുള്ളൂ, കാരണം അത് നിനക്ക് എടുക്കാൻ പറ്റുന്ന വെയിറ്റാ. ബാക്കി 430 എന്ത് ചെയ്തിരിക്കുകയാ? നീ മനസ്സിലാ, ആ മനസ്സിലൊന്ന് പിടിച്ചേ, മനസ്സിലാ ഈ 70 കിലോയാ. ഇത് നീ ഒന്ന് ഉയർത്ത, ബാക്കി ഞാൻ എന്ത് ചെയ്തേക്കാം? ഹെൽപ്പറന്ന് ആ വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? പ്രാർത്ഥിക്കാൻ മലയാളത്തിൽ പോലും വാക്ക് കിട്ടാതെ നീ തളർന്നു ഉറങ്ങിയ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, കൈയടിക്കാൻ പറ്റുന്നില്ല, അന്യഭാഷ വരുന്നില്ല. ആ പറഞ്ഞ വാക്ക് നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ പറഞ്ഞ ആ കേട്ട വാക്ക് വല്ലാതെ നിന്റെ ഹൃദയത്തെ ഉലച്ചു കളഞ്ഞു. എന്നാൽ നീ അറിയണം, നിന്റെ അപ്പനും അമ്മയ്ക്കും മനസ്സിലാക്കാൻ കഴിയാത്തത് ആ ഭാരത്തിന്റെ അവൻ മുഴുവൻ ഭാരവും നൽകിയിട്ട് പരിശുദ്ധമ്മ പറയാ, I am your helper. അത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഹോളി സ്പിരിറ്റ് ഈസ് എ ഹെൽപ്പർ. പക്ഷെ കൂടെ നടക്കണം കേട്ടോ. യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കണം, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കണം. ബുദ്ധിയുടെ മേഖലയൊക്കെ പടപടന്ന് തുറക്കും. ഫ്രഞ്ചും ജർമ്മനൊന്നും എന്റെ തമ്പുരാനൊരു വിഷയമൊന്നുമല്ല. ഒരു അമേരിക്ക വിദേശത്തെ ഏത് ലാംഗ്വേജും ദൈവത്തിന്റെ വിഷയമല്ല. അമേരിക്കൻ സ്ലാങ് ദൈവത്തിന്റെ വിഷയമല്ല, UK സ്ലാങ്ങും വിഷയമല്ല, ഓസ്ട്രേലിയ സ്ലാങ്ങും വിഷയമല്ല, ന്യൂസിലൻഡ് സ്ലാങ്ങും വിഷയമല്ല. ഒരുമിച്ച് രാമേ പറ. ഇനി ഹിന്ദിയാണോ അതും വിഷയമല്ല, തമിഴാണോ അതും പ്രശ്നമല്ല. പേടിക്കണ്ട, ദൈവം സഹായകനായി ഒരാടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ എവിടെയും നിൽക്കും. വരാമേ പറ. അത് ആഴിയാണെങ്കിലും അഗ്നിയാണെങ്കിലും അവനെ ദൈവം നിർത്തിയിരിക്കും. സ്വന്തം പറഞ്ഞേ. John chapter 15 verse 26. Holy Spirit is a counselor. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ കഴിപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. അടുത്ത വാക്യം, നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കൊണ്ട് സാക്ഷ്യം പറയും. സത്യത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത കൗൺസിലർ. അവൻ നിന്നെ ഉപദേശിച്ചു വഴി നടത്തും. ഒരമ്മ പറയാമോ? ഉപദേശം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപദേശത്തിന്റെ പിന്നിലുള്ള അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതിന് കുറുക്കു വഴികളില്ല. കൗൺസിലിംഗ് എന്ന ഒരാളെ കൗൺസിലിംഗിന് കുഞ്ഞുങ്ങളുടെ നടുവിലൊക്കെ വിശേഷം സ്പിരിച്വൽ കൗൺസിലിംഗ് നമ്മൾ ഒത്തിരി സമയം വേർതിരിക്കുകയാണ്. ആഫ്റ്റർ ദ ക്യാമ്പ് ഒക്കെ മണിക്കൂറുകൾ 12-1 മണി വരെയൊക്കെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ. ചില കുഞ്ഞുങ്ങൾ അവരുടെ പ്രശ്നം പറയുമ്പോൾ ഞാൻ ശംഖ് പൊട്ടിയിട്ടുണ്ട്, ഞാൻ ഉടഞ്ഞ് പരുവായിട്ടുണ്ട്. കാരണം എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് അവർ പറയുന്നത്. എനിക്കത് പരസ്യമായിട്ട് പറയാനുള്ള അനുമതിയില്ല. കുത്തിട്ട് നടത്തുക. ഭീകരമായ സത്യങ്ങൾ, ഭയാനകമായ യാഥാർത്ഥ്യങ്ങൾ, അവരെ മിസ്യൂസ് ചെയ്തതിന്റെ ചരിത്രങ്ങൾ. ചില കുഞ്ഞുങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളൊന്ന് പിടയ്ക്കും, എൻ്റെ അന്ന് രാത്രിയിൽ ഉറക്കമൊന്നും പോയി കിട്ടും. അവരുടെ കുറ്റബോധങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ സ്വീകാര്യതയ്ക്ക് അവരിലുള്ള ലോകമറിയാത്ത, അവർക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തുറന്നു പറയാറുണ്ട്. ഇനി ആ കുഞ്ഞെന്നോട് തുറന്നു പറഞ്ഞാലേ എനിക്ക് നോർമലി ആ കുഞ്ഞിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവെന്ന കൗൺസിലിന്റെ പ്രത്യേകത, ഞാൻ ഗിഫ്റ്റ് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൾ എന്നോട് പറയാതെ തന്നെ കണ്ണുരുമാകുന്നതിന് മുൻപ് അവളെ കണ്ട കർത്താവ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ആ വാക്കും മറക്കണ്ട. കണ്ണുരുമാകുന്നതിന് മുൻപ് കണ്ട കർത്താവ്.
ഭയങ്കരമായിട്ട് അവളോട് ഇടപെടും. അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ അതേതാണെന്ന് പരിശുദ്ധാത്മാ പറയും. അതിന് പ്രത്യേകത, പരിശുദ്ധാത്മാവിന് പരിചയപ്പെടുത്താൻ വേണ്ട പിണ്ടാകാരമായിരുന്നപ്പോ, ഒന്നുമില്ലാതെ ഇരുന്നപ്പോ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി. അതിനാത്മാവിലാമേ പറ. ഞാൻ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞാൽ 8:30, 9:00, 10:00 ഇങ്ങനെ അങ്ങോട്ട് പോകും. നിങ്ങൾക്കും എനിക്കും വീട്ടിൽ പോകാൻ പറ്റാതെ വരും. പക്ഷെ അടുത്ത 10 മിനിറ്റ് എനിക്ക് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ. സത്യത്തിന്റെ കാര്യസ്ഥൻ, ഉപദേശകൻ, വഴി നടത്തുന്നവൻ. ലാസ്റ്റ് പോയിന്റ് ഈസ് എ റൈറ്റ് ഗൈഡ്. ഹോളി സ്പിരിറ്റ് ഈസ് എ റൈറ്റ് ഗൈഡ്. നമുക്ക് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. കർത്താവേ, അവിടുത്തെ ഹിതമുള്ള വഴി മാത്രമേ എന്നെ നടത്താവൂ. ഹിതമില്ലാത്ത വഴികളിൽ എഫ്രിമോനെ എന്ത് ചെയ്യരുത്, നടത്തരുത്. നിർബന്ധ പ്രാർത്ഥന. നിയോഗവും മനസ്സിലാക്കണം, നിയോഗവും മനസ്സിലാക്കണം, നിയോഗമില്ലായ്മയും മനസ്സിലാക്കണം. യേശുവിന്റെ ആത്മാവിന്റെ സമ്മതവും തിരിച്ചറിയണം, സമ്മതമില്ലായ്മയും തിരിച്ചറിയണം. എത്ര പേര് ആമേൻ പറയാൻ തയ്യാറാണ്? പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാം. മൂന്നാമത്തെ, ഇത് രാവിലെ രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനുമുള്ള ആഹ്വാനം നമ്മൾക്കും. മൂന്നാമത്തെ, ഇന്ന് രാത്രിയിലെ ആഹ്വാനം ആത്മനിറവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അഭിഷേകം ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളൊന്ന് കൈ ഉയർത്താമോ? അന്യഭാഷാ ഭാഷണം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കൈയൊന്ന് ഉയർത്തിയാൽ എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 കുഞ്ഞുങ്ങൾ. ദൈവം അവരോട് പ്രാർത്ഥിക്കാൻ പോകും. ഞാൻ ജോയലോട് കണ്ടിപ്പായിട്ട് പറയുന്ന പോലെ, ഡോണ്ട് മേക്ക് എനി ഡൗട്ട് ടു ഹോളി സ്പിരിറ്റ്. റൈറ്റ്? ഇറ്റ്സ് എ പ്രോമിസ്. ഇറ്റ് ഈസ് യുവർ ഇൻഹെറിറ്റൻസ്. നിന്റെ അവകാശമാണ്, നിന്റെ മേലുള്ള വാക്തത്വമാണ് പരിശുദ്ധാത്മാവ്. ഗിഫ്റ്റിയുടെ മേൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു വന്നാൽ മോളെ ഒരു വാക്കായിരിക്കാം ദൈവാത്മാവിൽ തരുന്നത്. പെട്ടെന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് പെട്ടെന്ന് നമ്മുടെ ബുദ്ധി പറയും, നീ എന്തോ പറയാൻ പോകുന്നു, നീ മിണ്ടാതിരിക്കും, എന്തോ നിനക്ക് പ്രശ്നമുണ്ട്, ഇങ്ങനെ പറയാൻ നേരം അതിനെ അക്സെപ്റ്റ് ചെയ്യരുത്. പകരം പരിശുദ്ധാത്മാവിന് ഗീവ് ദ ഫ്രീഡം ടു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുക. ആത്മാവ് നിന്റെ നാവിൽ തരുന്നത് അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിച്ചു തുടങ്ങണം. സംസാരിക്കുന്ന വ്യക്തി മനുഷ്യനോടല്ല, പിന്നെ ആരോട് സംസാരിക്കുന്നത്? ദൈവത്തോടാണ് സംസാരിക്കുന്നത്. 2, വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എന്ത് ചെയ്യണം? ആൻസി എന്ത് ചെയ്യണം? വിശ്വസിക്കണം. വാ തുറന്ന് ആത്മസ് എന്ത് ചെയ്യണം? വാ തുറന്ന് ആരാധിക്കണം. യേശുവിന്റെ രക്തത്താൽ ജയമെന്ന് പറഞ്ഞ് ആരാധിക്കണം. കുഞ്ഞുങ്ങളെ, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, എന്നാൽ ഞാൻ നിന്നെ അതിനെ എന്ത് ചെയ്യും? തുറക്കും. നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ നാണമൊന്നും വിചാരിക്കേണ്ട. ദൈവമാണ് നമുക്ക് ശബ്ദവും സൗന്ദര്യവും തന്നത്. ദൈവമാണ് നമുക്ക് ബലവും ആരോഗ്യം തന്നത്. അതുകൊണ്ട് ആ ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ആരാധിക്കണം. ഒരുമിച്ച് ഒന്നാമേ പറഞ്ഞാട്ടെ.